കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും ഒരു പാത്തിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറണ്ട് ഡിവിഷൻ റൂള് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഏതെങ്കിലും ഒരു പാത്തിൽ കൂടെ പോകുന്ന കറണ്ട്, ഇപ്പൊ ഫസ്റ്റ് പാത്തിൽ കൂടെ പോണ ഈ പാത്തിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ കറണ്ട് I1 ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ആദ്യം എഴുതുക, ഇൻറ്റു എന്താണോ അതർ ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് അത് എഴുതുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്യുക. ഇതാണ് ഇക്വേഷൻ. I1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അങ്ങനെയെങ്കിൽ I2ന്റെ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും? കാർത്തിക്, I2ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? I2ന്റെ ഇക്വേഷൻ ഇതേപോലെ തന്നെ. എങ്ങനെയാന്ന് പറഞ്ഞേ? I ഇൻറ്റു R2 I ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2. അത് I1ന്റെ ഇക്വേഷൻ എഴുതിയേക്കുന്നേ. R1 I ഇൻറ്റു R1 ബൈ R1 പ്ലസ് R2. വെച്ചാൽ അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് എഴുതുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എഴുതുക കേട്ടോ. അപ്പൊ ഈ റൂള് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോട്ടൽ കറണ്ട് ആൻഡ് കറണ്ട് ത്രൂ R1 ആൻഡ് R2 if R1 ഈക്വൽ. ക്വസ്റ്റ്യൻ എഴുതി ചെയ്യാനാ. if R1 equal 10 ohm, R2 equal 20 ohm and V equal 50 volt. സർക്യൂട്ട് ഡയഗ്രാം കൂടി വരച്ചെടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V ആണ്, അതിന്റെ വാല്യൂ 50 വോൾട്ട് ആണ്. R1 എന്ന് പറയുന്നത് ഫസ്റ്റ് റെസിസ്റ്റൻസ് 10 ഓം ആണ്. R2 എന്ന് പറയുന്ന സെക്കൻഡ് റെസിസ്റ്റൻസ് 20 ഓം ആണ്. ഈ തന്നിരിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് കണ്ടിട്ട് എങ്ങനത്തെ സർക്യൂട്ട് ആണ്? സീരീസ് ആണോ പാരലൽ ആണോ? പാരലൽ. പാരലൽ സർക്യൂട്ട് ആണ്. പാരലൽ സർക്യൂട്ടില് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. 1 ഡിവൈഡഡ് ബൈ R ഇക്വലന്റ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്നാണ്. 1 ഡിവൈഡഡ് ബൈ R ഇക്വലന്റ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്നാണ്. അപ്പൊ രണ്ട് റെസിസ്റ്റൻസ് R1ന്റെ R2ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ അകത്ത് LCM എടുത്ത് എഴുതുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ R2 ഇങ്ങോട്ട് വരും, R1 അപ്പുറത്തോട്ട് വരും. അപ്പൊ R2 പ്ലസ് R1 ഡിവൈഡഡ് ബൈ R1 R2 എന്ന് വരും. അഥവാ R ഇക്വലന്റ് എന്ന് വെച്ചാൽ R ഇക്വലന്റ് നമുക്ക് എഴുതാൻ പറ്റുന്നത് R ഇക്വലന്റ് ഈക്വൽ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഫസ്റ്റ് R1ന്റെ R2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് R ഇക്വലന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കേ. R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2ല് R1ന്റെ R2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് R ഇക്വലന്റ് കണ്ടുപിടിക്കുക. R ഇക്വലന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R ഇക്വലന്റ് ആണ്. വോൾട്ടേജിന്റെ വാല്യൂ നമുക്കറിയാം. R ഇക്വലന്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ R ഇക്വലന്റിന്റെ വാല്യൂ എന്താണോ വരുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ചെയ്ത് നോക്കുക. ഞാൻ ആരെങ്കിലും പേര് വിളിക്കും, അവര് ഉത്തരം പറയണേ.
മാം ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്തോ ചെയ്യണ്ടേ? കമന്റ് ബോക്സിൽ ഇട്ടോ ആൻസർ. ഏ കമന്റ് ബോക്സിലോട്ട് ഇട്ടോ ആൻസർ. ഇക്വലന്റ് റെസിസ്റ്റന്റിന്റെയോ? ആർ ഇക്വലന്റിന്റെ വാല്യൂ എന്തോ കിട്ടി? ആഷിക് ഉണ്ടോ? ഹലോ, ആർ ഇക്വലന്റിന്റെ വാല്യൂ എന്തോ കിട്ടി? 6.6 ആണ്. 6.6 ആണ്. ഓക്കെ. 20/3 എന്നാ വരുന്നത്, അഥവാ 6.66 എന്ന് വരും. ഈ ആർ ഇക്വലന്റിന്റെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ IT കിട്ടും. IT എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ 20/3 എന്ന് വരും. അതർവൈസ് ഈക്വൽ ടു 5 into 3/2 എന്ന് വരും. മാം അത് 20/3 എങ്ങനെ വരുന്നേ? 6 ഇക്വലന്റ് വാല്യൂ R2 പ്ലസ് R1 ഡിവൈഡ് ബൈ R1 R2 അല്ലേ? 1/R ഇക്വലന്റിന്റെ വാല്യൂ ആണ്. ഓ, അപ്പം R1/R2 റെസിപ്രോക്കൽ അല്ലേ? ഓക്കെ. നമുക്ക് കിട്ടിയ കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 15/2 ആണ്. 15 into 20/3 എന്ന് പറയുന്നത് 15/2 എന്ന് വരും. ആ വാല്യൂ എടുത്ത് ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയത് 15/2 ആണ്. 15/2 ആണ്. അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R2 ആണ്. I1 കണ്ടുപിടിക്കുന്ന സമയത്ത് R2 ആണ്. R2 എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറയുന്നത് 30 വരും. അതാ ഈ ഇക്വേഷൻ എഴുതിയേക്കുന്നത്. 15/2 into 20/30. I1ന്റെ വാല്യൂ വരുന്നത് 5 ആംപിയർ ആണ്. IT-യുടെ വാല്യൂ അബ്ബാസ് പറഞ്ഞ പോലെ 7.5 ആണ് വരുന്നത്. ഫർഹാൻ എന്തിന്റെ വാല്യൂ ആ 0.15 കിട്ടിയേ? മാം ഞാൻ റെസിപ്രോക്കൽ എടുക്കാതെ ആദ്യം ചെയ്തില്ലായിരുന്നു ആദ്യം, അപ്പോ അത് തെറ്റിപ്പോയി. ഓക്കെ. I1ന്റെ വാല്യൂ 5 ആംപിയർ വരും. I2ന്റെ വാല്യൂ എന്ത് വരും? I2ന്റെ വാല്യൂ I1ന്റെ വാല്യൂ 5 ആണെങ്കിൽ റിമൈനിങ് കറണ്ട് എന്ന് പറയുന്നതാണ് I2ന്റെ വാല്യൂ. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ പറഞ്ഞത് 7.5 ആണ് ടോട്ടൽ കറണ്ട് കിട്ടിയെന്ന് പറഞ്ഞ്. അങ്ങനെ റിമൈനിങ് എത്ര വരും? 2.5. I2 is equal to 2.5 എന്ന് വരും. എല്ലായിടത്തും യൂണിറ്റും കൂടി എഴുതണേ. ഇത് ഓം ആണ്, ഇത് ആംപിയർ ആണ്, ഇത് ആംപിയർ ആണ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചു. പക്ഷെ I1ന്റെ ഇക്വേഷൻ ഒന്ന് കാണിച്ചു തരാമോ? I1ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I1 എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ. പിന്നെ
ഇതിന്റെ ആ അകത്ത് I into R2 by R1 plus R2 എന്നില്ലേ? ആ ഇപ്പഴത്തെ സ്ലൈഡിന്റെ അകത്ത് പക്ഷെ ആ 13 അവിടെ പക്ഷെ ഇതാണ്ട് ഇവിടെ 13 30 ഇല്ലല്ലോ. ആണോ? ഈ 30 ആണോ? 30 അല്ല, അത് ഇവിടെ ഞാൻ 13 നേരത്തെ ഇല്ല. എഴുതിയെന്നേ ഉള്ളൂ, ഇവിടെ കാണിച്ചു തരാം. ഈ ഇക്വേഷന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷന്റെ അകത്ത് ഐറ്റിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 15/2 ആണ്. ഓക്കെ, R2ന്റെ വാല്യൂ, R2 എന്ന് പറഞ്ഞാൽ അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് ആണ്, അതിന്റെ വാല്യൂ 20 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 പ്ലസ് 30 ആണ്. സോറി, 10 പ്ലസ് 20 ആണ്, അതാണ് 30 വന്നത്. 10 പ്ലസ് 20 ആണ് 30 വന്നത്. ആ 30 ആണ് ഇവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. ഓക്കെ. ഈ 30 എന്ന് പറയുന്നത് 10 പ്ലസ് 20 എന്ന് പറയുന്നത് 30 ആണ്. ഇനി ഇതിപ്പോ കറണ്ട് ഡിവിഷൻ റൂള് വെച്ച് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് എഴുതാൻ പറ്റും. ഇപ്പൊ ഇവിടെ കൂടെ പോകുന്ന കറണ്ട് I1 എന്ന് പറയുന്നത്, നമ്മൾ പാരലൽ സർക്യൂട്ടിൽ നമുക്ക് കറണ്ട് ആണോ വോൾട്ടേജ് ആണോ സർക്യൂട്ടിന് അക്രോസ് സെയിം ആയിട്ടുള്ളത്? വോൾട്ടേജ്. വോൾട്ടേജ് സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ പോയിന്റ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ V തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് I1 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇവിടത്തുള്ള റെസിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. R1 ചെയ്താൽ മതി, V ഡിവൈഡഡ് ബൈ R1 ചെയ്താൽ മതി. V എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്നത് 50 ആണ്. ഡിവൈഡഡ് ബൈ 10 ചെയ്യുവാണെങ്കിൽ നമുക്ക് 5 ആംപിയർ തന്നെ കിട്ടും. നമ്മൾ ഈ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാഞ്ഞത് കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. ക്വസ്റ്റ്യന്റെ അകത്ത് കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കാൻ പറഞ്ഞതുകൊണ്ട് എഴുതിയില്ലെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ച് വെരിഫൈ ചെയ്യുകയും ചെയ്യാം, ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ അതുപോലെ തന്നെ I2ന്റെ വാല്യൂ നമുക്ക് അവിടെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത്, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ കറണ്ട് ഡിവിഷൻ റൂളില്? മാം, എനിക്ക് സത്യം പറഞ്ഞ കിട്ടിയത് 50 ആയിരുന്നു. ഞാൻ ഈ ആദ്യത്തെ ക്ലാസ്സാണ് മാഡത്തിന്റെ ഇരിക്കുന്നത്, അതുകൊണ്ടാന്ന് തോന്നുന്നു. ഏതിന്റെ വാല്യൂ 60 കിട്ടിയത്? 50 അതായത് 5 ആംപിയർ എന്റെ അടുത്ത് 50. അത് എന്തെങ്കിലും ഞാൻ സത്യം പറഞ്ഞ എനിക്ക് 50 കിട്ടിയത്, 5 ഓക്കെ. ഈ ഐറ്റിയുടെ വാല്യൂ എന്തോ കിട്ടി? ഐറ്റിയുടെ വാല്യൂ 7.5. ഓക്കെ, ഐറ്റിയുടെ വാല്യൂ 7.5 കിട്ടി. IT is equal to 7.5 കിട്ടി. അതർ ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് നമുക്ക് എന്താണെന്ന് അറിയാം? അതർ ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് 6. അപ്പം I1 കണ്ടുപിടിക്കാൻ നേരത്ത് അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് എത്രയാന്ന് പറഞ്ഞേ? അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് 6ഓ? അല്ല, എത്ര? നോക്കേ, അതർ ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് എത്രയാ നോക്കേ. അതർ ബ്രാഞ്ച് എന്ന് പറയുന്ന R2 ആണ്. I1 കണ്ടുപിടിക്കാൻ നേരത്ത് R2 ആണ് അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ്. 20 ആണ് R2 അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ.
അപ്പൊ 20 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആണ്. എന്ന് വെച്ചാൽ 20 പ്ലസ് 10. ഇതൊന്ന് കാൽക്കുലേറ്റർ ഇട്ട് ചെയ്ത് നോക്കേ. ഓക്കെ മാം, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആണ്. വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ സർക്യൂട്ടിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം, ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജും കണ്ടുപിടിക്കണം. അപ്പൊ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ നേരത്ത് നമുക്കറിയാവുന്നതെന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിൽ കൂടെ ഉള്ള കറണ്ട് എന്ന് പറയുന്നത് സെയിം ആണെന്നറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V1 ആണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്: ടോട്ടൽ V ഇൻറ്റു ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നാണ് ഇക്വേഷൻ. ടോട്ടൽ V ഇൻറ്റു സെയിം റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്ന V1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1 എന്നാണ്. V1 ഈസ് ഈക്വൽ ടു I എന്ന് പറയുന്ന ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. ആ കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് R1. ഈ ലോയ്ക്ക് പറയുന്ന പേരെന്തുവാ? വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ലോയ്ക്ക് പറയുന്ന പേരെന്തുവാ? ആരെങ്കിലും റിപ്ലൈ ചെയ്തോ? ഓംസ് ലോ പ്രകാരമാണ് V is equal to I into R എന്ന് പറയുന്നത്. ഫർഹാൻ മ്യൂട്ട് ചെയ്ത് വെച്ചോ കേട്ടോ, എന്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറയുമ്പോ എന്തെങ്കിലും പറഞ്ഞാ മതി. ശ്രദ്ധിച്ചില്ല. അപ്പൊ V1 is equal to I into R1 ആണ്. V1 is equal to I into R1 ആണ്. അതില് നമ്മൾ I കണ്ടുപിടിക്കുകയാണെങ്കിൽ, I നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ I is equal to നമുക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ വരുന്നത്. അവിടെ ഐക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. I is equal to V by R1 പ്ലസ് R2ന്റെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് V1 is equal to ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഒന്നും കൂടി പറയാം. V1 is equal to total voltage into same resistance divided by total resistance. ഇത് മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ഇക്വേഷൻ എങ്കിലും ഓർത്തിരിക്കുക. I into R എന്ന് പറയുന്ന ഇക്വേഷൻ ഓർത്തിരിക്കുക. എന്നിട്ട് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം V ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇടുക. അതിനുശേഷം ചെയ്യാന്നേ ഉള്ളൂ. V എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ആണ്. R1 പ്ലസ് R2 എന്ന് പറയുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. ഫൈൻഡ് ദി വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. ഫസ്റ്റ് നിങ്ങൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കണേ. ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫോറും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ 8ഉം ഈ 4ഉം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ആദ്യം ഇതും ഒരുമിച്ചാക്കുക, ഇക്വലന്റ് ആക്കുക. എന്നുവെച്ചാൽ സീരീസ് ആയിട്ടുള്ളത് രണ്ടും ജോയിൻ ചെയ്യുക. അതിനുശേഷം പാരലൽ ചെയ്യുക.
ഇക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടി കഴിയുമ്പോൾ കമന്റ് ബോക്സ് ഇടണം എന്താ വാല്യൂ എന്ന്. കിട്ടിയോ ആൻസർ? ഇക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടിയോ? 26.666. ഇനി നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ 4ഉം 4ഉം 8 ഓം ആവും. ഇവിടെ 8ഉം 4ഉം 12 ഓം ആവും. അപ്പൊ 8 into 12 divided by 8 plus 12 വരും. R equivalent എന്ന് പറയുന്നത് is equal to 8 into 12 divided by 8 plus 12 വരും. ഇനി നമുക്ക് ഓരോ ബ്രാഞ്ചിൽ കൂടെ ഉള്ളയും കറണ്ട് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒന്നും I1 ഏതാ I2 ഏതാന്നൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളായിട്ട് അസ്യൂം ചെയ്യുന്നതായിരിക്കും I1ഉം I2. അപ്പൊ ഞാൻ ഇവിടെ I1 എന്ന് പറയുന്ന കറണ്ട് ഈ 12 ഓമിൽ കൂടെ പോകുന്ന കറണ്ടിനെയാണ് ഞാൻ I1 എടുത്തേക്കുന്നത്. അതുപോലെ 8 ഓമിൽ കൂടെ പോകുന്നതിനെ I2 എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളുടെ കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് I1 is equal to ടോട്ടൽ കറണ്ട് ഇവിടെ തന്നേക്കുന്നത് 5 ആംപിയർ എന്നാണ് തന്നേക്കുന്നത്. ടോട്ടൽ കറണ്ട് 5 ആംപിയർ ഇൻറ്റു അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്, ഡിവൈഡഡ് ബൈ ഈ രണ്ട് റെസിസ്റ്റൻസും കൂടി ആഡ് ചെയ്യുന്നത് 12 plus 8 എന്ന് വരും. I1ന്റെ വാല്യൂ കിട്ടും. അതുപോലെ I2ന്റെ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് വീണ്ടും 5 ആണ്. അതർ ബ്രാഞ്ച് എന്ന് പറയുന്നത് I2 ഈ ബ്രാഞ്ചിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഈ ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അതർ ബ്രാഞ്ച് എന്ന് പറയുന്നത് 12 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു 12 plus 8 എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെ I1ന്റെ I2ന്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ അതിന്റെ അക്രോസ് ഉള്ളത്.
ഓക്കെ ബസ് I1ന്റെ വാല്യൂ 2 ആംപിയറോ I2ന്റെ വാല്യൂ 3 ആംപിയറോ ആണ്. നെക്സ്റ്റ് നിങ്ങൾ I1ന്റെ വാല്യൂ നമുക്കറിയാം 2 ആംപിയർ എന്നും I2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആംപിയർ ആണ്. അങ്ങനെയെങ്കിൽ ഓരോ സർക്യൂട്ടിന് അക്രോസ് ഉള്ള അല്ലെങ്കിൽ ഓരോ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് നോക്കാം. ഇവിടെ 8 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് V1 ആയിട്ട് എടുക്കുവാണെങ്കിൽ V1 8 ഇൻറ്റു ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 8 ഇൻറ്റു 2 എന്ന് പറയുന്നത് 16 ആംപിയർ വരും. V2 എന്ന് പറയുന്നത് 4 ആണ് റെസിസ്റ്റർ, കറണ്ട് എന്ന് പറയുന്നത് 2 ആണ്, സിക്കൽ ടു 4 ഇൻറ്റു 2 8 വോൾട്ട് വരും. ഇവിടെ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തേക്കുന്ന ഓംസ് ലോ ആണ്. ഓംസ് ലോ പ്രകാരം V ഈസിക്കൽ ടു R ഇൻറ്റു I ആണ്, അഥവാ I ഇൻറ്റു R ആണ്. അപ്പം ഇവിടെ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് V1 ആവുമ്പം R എന്ന് പറയുന്നത് R1 ഇൻറ്റു I1 വരും. R1 ഇൻറ്റു I1. R1ന്റെ വാല്യൂ 8ഉം R2ന്റെ വാല്യൂ I1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആംപിയറും ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് 8 ഇൻറ്റു 2 16 വോൾട്ട് കിട്ടിയത്. ഇതേപോലെ നിങ്ങൾ ഈ 4 ഓമിന് അക്രോസ് ഉള്ളത് കണ്ടുപിടിക്കുക. അതിനെ V3 എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ V3 എന്ന് പറയുന്നത് ഇതിന് അക്രോസ് വരുന്നതാണ്. അങ്ങനെയെങ്കിൽ V3 എന്ന് പറയുന്നത് 4 ഇൻറ്റു 3 ആയിരിക്കും അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് തന്നെ ആയിരിക്കും V4. രണ്ടും സെയിം റെസിസ്റ്റൻസ് ആയതുകൊണ്ട് സെയിം വോൾട്ടേജ് തന്നെ ആയിരിക്കും രണ്ടിന്റെ അക്രോസ് ഉള്ളത്. V3 കണ്ടുപിടിക്കുക, V4 കണ്ടുപിടിക്കുക. വാല്യൂ കിട്ടുമ്പം കമന്റ് ബോക്സ് ഇടുക കേട്ടോ. ഓക്കെ. V3 എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. V4 എന്ന് പറയുന്നതും 12 വോൾട്ട് തന്നെയാണ്. എല്ലാവരും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, യൂണിറ്റും കൂടി എഴുതിയേക്കണേ. 12 വോൾട്ട് യൂണിറ്റിന് 1 മാർക്ക് ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ ആ 1 മാർക്ക് അങ്ങ് പോകും. വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ എല്ലാ വാല്യൂസും നമുക്ക് നോക്കുവാണെങ്കിൽ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 8ന്റെ അക്രോസ് 8ന് അക്രോസ് 16 വോൾട്ട്, 4 ഓമിന് അക്രോസ് 8 വോൾട്ട്, ഇവിടെ ഉള്ള 4 ഓമിന് അക്രോസ് ഇവിടെ വരുന്നത് 12 വോൾട്ട്, ഇവിടെ വരുന്നത് 12 വോൾട്ട്. ഇത് V1, ഇത് V2, ഇത് V3, ഇത് V4. V1, V2, V3, V4 എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. ഫൈൻഡ് ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് RAB. ഫൈൻഡ് ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് RAB. ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് വേണം തുടങ്ങാൻ. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഒരു 3 റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ R ഇക്വലന്റ് കണ്ടുപിടിക്കാം. അപ്പൊ അതിന്റെ R ഇക്വലന്റ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ 1 അവിടുത്തെ R എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് 1/4 പ്ലസ് 1/4. അത് വെച്ച് ആദ്യം ഈ R കണ്ടുപിടിക്കാം. വാല്യൂ കിട്ടുമ്പം കമന്റ് ബോക്സിലോട്ട് ഇട്ടോ കേട്ടോ. അതുപോലെ ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതുപോലെയായി മാറും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടുപിടിക്കുന്ന R-ന്റെ വാല്യൂ വരും. ഇത് 2 വരും. ഈ 5ഉം 6ഉം കൂടി ചേരുമ്പോ ഇവിടെ 11 ഓം വരും. ഇവിടെ 7 ഓം തന്നെ. സ്റ്റാർട്ടിങ്ങിൽ ഒരു 1 ഓമും കൂടെ ഉണ്ട്.
ആറിന്റെ വാല്യൂ കിട്ടി കഴിയുമ്പോഴത്തേക്കും ഓക്കെ ചെയ്തു. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ആറിന്റെ വാല്യൂ? പക്ഷെ 3/11 കിട്ടി. അത് തിരിച്ചിടുമ്പം 11/3. 3/11 എവിടെ നിന്ന് വന്നു? ഇത് എൽ സി 1.2 ഒന്നും ആണ്. എടുത്തില്ലേ? 1.2 ആൻസർ വരുന്നത്. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് 1/3, 1/4, 1/4 ആണേ. അപ്പൊ ഇതിന്റെ എൽ സി എന്താ വരുന്നേ? 4ന്റെയും 3യുടെയും 2ന്റെയും. ജ്യോതിസ്, എൽ സി എന്ത് വരും? 3, 4, 4ന്റെ എൽ സി. എൽ സി കണ്ടുപിടിക്കാൻ അറിയോ? 3, 4, 4ന്റെ എൽ സി എന്ന് പറയുന്നത്, നമ്മൾ 4 എടുക്കുവാണെങ്കിൽ 3, 1, 1 എന്ന് വരും. 3 എടുക്കുവാണെങ്കിൽ 1, 1, 1 എന്ന് വരും. അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് 4 × 3 × 1 ആണ്, അഥവാ 12 ആണ് അതിന്റെ എൽ സി എം. കേട്ടാ? അപ്പൊ ഈ താഴത്തെ എൽ സി എം എന്ന് പറയുന്നത് 12 ആണ്. താഴത്തെ എൽ സി എം 12 വരുവാണെങ്കിൽ ബാക്കി എങ്ങനെ ചെയ്യാം? 12 ആണ് ടോട്ടൽ എൽ സി എം വന്നത്. അപ്പൊ ഈ ഇതിന്റെ മുകളിൽ വരുന്ന ടേം എന്ന് പറയുന്നത്, 3യുടെ മുകളിൽ വരുന്ന ടേം എന്ന് പറയുന്നത്, 3യുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 12 വരുമെന്ന് നോക്കുക. 3യുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 12 വരും? 4. 4. അപ്പൊ അവിടെ 4 എഴുതുക. അതിനുശേഷം ഇതിന് മുകളിൽ വരുന്ന പ്ലസ് 4ന്റെ മുകളിൽ വരുന്നത്, 4ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 12 വരുമെന്ന് നോക്കുക. 4ന്റെ കൂടെ നമുക്ക് 3 മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 വരിക. അതുപോലെ ഇതിന്റെ മുകളിൽ വരുന്നതെന്ന് വെച്ചാൽ വീണ്ടും 4ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 12 വരുമെന്ന് നോക്കുക. അപ്പൊ 3 ആണ് വരുന്നത്. അപ്പം 4 + 3 + 3 എന്നാണ് ന്യൂമറേറ്റർ ടേം വരുന്നത്. ഡിനോമിനേറ്റർ ടേം എന്ന് പറയുന്നത് 12 എന്ന് വരും. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 + 3 + 3 10. അതാണ് 10/12 എന്നാണ് 1/6ന്റെ വാല്യൂ. 1/6ന്റെ വാല്യൂ ആണ് 10/12 എന്ന് കിട്ടിയത്. അപ്പം 6ന്റെ വാല്യൂ വരുന്നതെന്ന് വെച്ചാൽ 12/10 വരും. 12/10 ആണ് ഈ എല്ലാരും പറഞ്ഞ പോലെ 1.2 എന്ന് പറയുന്നത്. ഈ അതും സഞ്ജയ് ഒക്കെ പറഞ്ഞ പോലെ, ബാസിയൊക്കെ പറഞ്ഞ പോലെ 1.2 ആണ് ആൻസർ വരിക. 1.2 ഓം. LCM അല്ലാതെ ചെയ്യാമല്ലോ. LCM അല്ലാതെ എങ്ങനെ ചെയ്യും? ക്രോസ് ആയിട്ട് ചെയ്യാമല്ലോ. 1 × 4 + 1 × 3/3 × 4. അതായത് LCM അല്ലാതെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഈ ആൻസർ കിട്ടണമെന്നേ ഉള്ളൂ. ആ 48 താഴെ എഴുതിയിട്ട് ചെയ്യുന്നല്ലേ? അത് 6/5 വരും. 48 ഡിനോമിനേറ്റർ വരും. അങ്ങനെ ചെയ്യാം. LCM എടുക്കാൻ അറിയാത്തവർ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് LCM എടുക്കണം നിർബന്ധമൊന്നുമില്ല. LCM എടുക്കാതെയും ചെയ്യാം. ബാസി പറഞ്ഞ പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നുവെച്ചാൽ ഇവിടെ 1/3 + 1/4 + 1/4 ആണ്. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. താഴത്തെ ഈ 3 ടേമും തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 48 വരും. എന്നിട്ട് ഈ 4 ഇവിടോട്ട് 4 × 4 16 ആദ്യം വരും. പ്ലസ് 4 × 3 12 രണ്ടാമത് വരും. പ്ലസ് 4 × 3 12 വീണ്ടും മൂന്നാമതും കൂടി വരും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാവേ.
നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10/12 അഥവാ ഇസിക്കൽ ടു 12/10 ഇസിക്കൽ ടു 1.2 ഓം ആണ്. അപ്പം ആദ്യത്തെ ഈ 3 ആണ് സോൾവ് ചെയ്തേക്കുന്നത്. ഇനി ഈ 5ഉം 6ഉം കൂടി ജോയിൻ ചെയ്യുക. അപ്പൊ 5ഉം 6ഉം കൂടി ജോയിൻ ചെയ്യുമ്പോൾ 11 ഓം വരും. അത് ഇവിടെ എഴുതുക. മുകളില് 2 ഓമും 1.2 ഓമും സീരീസ് ആയിട്ടുണ്ട്. ഇവിടെ 11 ഓമും 7 ഓമും പാരലൽ ആയിട്ടും ഉണ്ട്. ഇനി ആദ്യം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാം കേട്ടാ. ഇനി ഒന്നും കൂടി കമ്പൈൻ ചെയ്യാം. ഇത് കുറേശ്ശെ ചെയ്യാനൊക്കത്തുള്ളൂ. സഞ്ജയ് എന്തുവാ 12 എന്ന് പറഞ്ഞേക്കുന്നേ? മറ്റേ എൽസിഎമ്മിന്റെ കാര്യമായിരിക്കും ടീച്ചറെ പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്തത് ഇതിനെ ഇത്രയും കമ്പൈൻ ചെയ്താണ് ഈ 1.2 ഓം ആക്കി എഴുതിയേക്കുന്നത്. അപ്പൊ ഈ വാല്യൂനെ ഇത്ര റീപ്ലേസ് ചെയ്താണ് ഞാൻ ഈ 1.2 ഓം ആയിട്ട് റീപ്ലേസ് ചെയ്ത് വരച്ചേക്കുവാണ്. ഇനി അതുപോലെ 5ഉം 6ഉം കൂടി കമ്പൈൻ ചെയ്തപ്പോ 11 വന്ന് അതും ഇവിടെ റീപ്ലേസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 3നെയും കൂടി ഇനിയും കമ്പൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ 2നെയും 1.2നെയും കമ്പൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 + 1.2 എത്ര വരും? 3.2 എന്ന് വരും. അത് മുകളിലത്തെ റെസിസ്റ്റൻസ് വരും. അതുപോലെ നമുക്ക് ഇവിടെ താഴത്തേനെയും കൂടി കമ്പൈൻ ചെയ്യാം. 7നെയും 11നെയും കൂടി കമ്പൈൻ ചെയ്യാം. അത് രണ്ടും പാരലലാണ് കിടക്കുന്നത്. അപ്പൊ 7ഉം 11ഉം പാരലൽ കിടക്കുവാണെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് വരും? 7 × 11 ഡിവൈഡഡ് ബൈ 7 + 11 എന്ന് വരും. അതിന്റെ വാല്യൂ ഇവിടെ താഴെ എഴുതുക. സ്റ്റാർട്ടിങ്ങിൽ ഒരു 1 ഓം കൂടി ഉണ്ട്. ഹലോ മിസ്. പറഞ്ഞു. മിസ് ഈ 11 ഓമും 7 ഓമും ചെയ്യുമ്പം രണ്ടും കൂടെ 7 കിട്ടുന്നുണ്ട്. ചെയ്ത് ആൻസർ കറക്റ്റ് ആണോ? 11 × 7 ഡിവൈഡഡ് ബൈ 11 + 7 ചെയ്തപ്പോ 7 വന്നോ? അതല്ല മൊത്തത്തിൽ ആൻസർ. കേട്ടില്ല ഒന്നുകൂടി പറഞ്ഞു. ഫുൾ ആൻസർ മിസ്. അത് രണ്ടും കൂടെ ഫുള്ള് ചെയ്തപ്പോ 7 വന്നോന്ന് ചോദിച്ചത്. ഇല്ലില്ല. ആൻസർ ഇനി കുറഞ്ഞു വരത്തേ ഉള്ളൂ കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, പാരലൽ ചെയ്യുമ്പോൾ കുറഞ്ഞേ പോകത്തുള്ളൂ. സീരീസ് ചെയ്യുമ്പോൾ കൂടിയാ പോകുന്നത്. 11 × 7 ഡിവൈഡഡ് ബൈ 11 + 7 എന്ന് പറയുന്നത് 77/18 വരും. അഥവാ 4.2 വരും. 4.2. ഈ 4.2ഉം ഈ 3.2 നമുക്ക് പാരലലാണ്. അപ്പൊ അതിനെ വീണ്ടും കമ്പൈൻ ചെയ്യാം. ഇതിനെ ആഡ് ചെയ്ത് വെച്ചില്ലേ? അതാ 7 പറഞ്ഞു. 2.45 ആണ്. ആൻസർ 2.8. എന്തുവാ 2 പോയിന്റ് എന്ന് ചോദിച്ചാൽ ആൻസർ ആണോ? ആൻസറാ. നമ്മള് 3.2 നമുക്ക് കിട്ടി. 4.2 നമുക്ക് കിട്ടി. 4.2 ഈ വാല്യൂ ആണ്. 3.2 എന്ന് പറയുന്നത് നമ്മളുടെ മുകളിൽ കിടന്ന 2ഉം 1.2 കൂടി ആഡ് ചെയ്തപ്പോഴാണ് 3.2 കിട്ടിയത്. താഴെയുള്ള 11ഉം 7ഉം കൂടി പാരലൽ ആയിരുന്നു. അത് 11 × 7 ഡിവൈഡഡ് ബൈ 11 + 7 ചെയ്യുമ്പോൾ 4.2 കിട്ടും. അത് വീണ്ടും പാരലലാണ്. അപ്പൊ വീണ്ടും പാരലൽ ആകുമ്പോൾ അതിനെ രണ്ടിനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ 3.2 × 4.2 ഡിവൈഡഡ് ബൈ 3.2 + 4.27 എന്ന് വരും. ഇസിക്കൽ ടു 1.8 എന്ന് വരും. ഓക്കെ മുഹമ്മദ് ഷാഫി, അടുത്ത ചെയ്തോ കേട്ടോ. ഈ 3.2 × 4.27 ഡിവൈഡഡ് ബൈ 3.2 + 4.27 ചെയ്യുക. അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക.
അപ്പൊ നമുക്ക് ഈ സർക്യൂട്ടിന്റെയാ കിട്ടുക, ഈ രണ്ട് സർക്യൂട്ടും കൂടി കമ്പൈൻ ചെയ്ത കിട്ടുക. ഈ രണ്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ സീരീസ് ആയിട്ടാണ് കിടക്കുന്നത്. എന്ന് വെച്ചാല് ഇവിടെ 1 ഓമും ഈ പാരലൽ ചെയ്ത് വരുന്ന 1.8 കൂടി സീരീസ് ആയിട്ടാണ് വരിക. അപ്പൊ നമുക്ക് ടോട്ടൽ എക്കും ബിക്കും ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് RAB കിട്ടും. യെസ് 1.83 ആണ്. ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത് 2.83 എന്ന് വരും. അഭിഷേക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല മാം, അത് കൈ തട്ടിയതാണ്. ഓക്കെ. ടോട്ടൽ ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും കിട്ടാതുണ്ടോ? അബ്ബാസ് ആൻസർ കിട്ടിയോ? കിട്ടി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് ആൻഡ് കാൽക്കുലേറ്റ് ദ കറന്റ് ത്രൂ 4 ohm റെസിസ്റ്റർ ഇൻ ദ സർക്യൂട്ട്. അപ്ലൈ കറന്റ് ഡിവിഷൻ റൂൾ. 4 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കറന്റ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇപ്പം കണ്ടുപിടിച്ച പോലെ തന്നെയാണ്, നിങ്ങളൊന്ന് ചെയ്തു നോക്കേ. സെയിം സർക്യൂട്ട് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. കുറച്ചും കൂടി ചെറിയൊരു സർക്യൂട്ടാണ് ആണിത്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചെയ്തു നോക്കും ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഫസ്റ്റ് ആർ പി ഡാഷ് ക്യൂ കണ്ടുപിടിക്കുക. ഇത് മൂന്നിന്റെയും കൂടി കോമ്പിനേഷൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ചെയ്യും. റെസിപ്രോക്കൽ എടുത്ത് വെച്ച് ചെയ്യാൻ ഓർക്കണം. പാരലൽ സർക്യൂട്ട് ആണ്, അതുകൊണ്ട് റെസിപ്രോക്കൽ എടുത്ത് വെച്ച് ചെയ്യാൻ ഓർക്കണേ.
അബ്ബാസ് ഉണ്ടോ? ഉണ്ട്. ആൻസർ കിട്ടിയോ? ആ കിട്ടി. എത്ര കിട്ടി? 1.2. 1.2ഓ? 1/3 plus 1/4 plus 1/5 parallel ആയപ്പോൾ 1/276. ഓക്കെ, 1/1.27. നെക്സ്റ്റ് നിങ്ങൾ ആ 1.2ഉം 2ഉം കൂടി സീരീസ് ആയിട്ട് എടുക്കുക കേട്ടോ. 3.276. ഇനി അടുത്തത് അതും 1.1ഉം കൂടി സീരീസ് ആയിട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് 3.37 ഓം എന്ന് വരും. അറ്റൻഡൻസ് ഒന്ന് പറയണേ. അഭിനവ് ജെ ഉണ്ടാ? അഭിനവ് രാജ ആബ്സെന്റ്. അഭിഷേക്? മാം പ്രസന്റ്. ഹലോ. അബു? ഓക്കെ. അബു? ഹലോ. ആരാ പറഞ്ഞോ? മാം ഫർഹാനാണ്. മാഡത്തിന്റെ അടുത്ത് നിഖിൽ പറഞ്ഞായിരുന്നല്ലോ, നിഖിൽ സുരേഷ്. അവന് കോളേജിലോട്ടാ വന്നിരിക്കുന്നത്. അവിടെ എന്തോ അത്യാവശ്യമുണ്ട്. കോളേജിൽ നിന്ന് തന്നെ വിളിച്ച് ഏതോ പേപ്പർ അങ്ങാണ്ട് കൊടുക്കാൻ പറഞ്ഞായിരുന്നു മാം. അതിന്റെ ആവശ്യത്തിന് വേണ്ടി അവൻ പോയിരിക്കുക കോളേജിൽ തന്നെ. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ. നിഖിൽ സുരേഷേ? അല്ല, അറ്റൻഡൻസ് കിട്ടത്തില്ല. അറ്റൻഡൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് കിട്ടത്തുള്ളൂ. അത് ഞാൻ നോട്ട് ചെയ്തോളാം. ഓക്കെ. ആദിത്യ ആബ്സെന്റ്. അഖിൽ രാജ്? അനുരാജ്? അനുരാഗാണ്. സോറി, അനുരാഗ്. പ്രസന്റ്. അമൽദാസ് ഉണ്ടോ? കിട്ടുന്നില്ല. ഈ ആറിക്വലന്റ് കിട്ടിയവര് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണേ. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. വോൾട്ടേജ് നമുക്ക് തന്നേക്കുന്നതെന്ന് വെച്ചാൽ 10 വോൾട്ട് ആണ്. ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്യുക. അപ്പൊ റെസിസ്റ്റൻസ് കിട്ടിയേക്കുന്നത് 3.37 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടും. ഓക്കെ, 2.96 ആണ് കറണ്ട്. അതിനെ അപ്രോക്സിമേറ്റ്ലി 3 ആംപിയർ ആയിട്ട് എടുത്തോ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിന്റെ അകത്ത് ഇച്ചിരി വ്യത്യാസമുള്ള പ്രോബ്ലം ആണ്. ഇവിടെ ഈ 4 ഓമിന് അക്രോസ് ഉള്ള കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ടോട്ടൽ വരുന്ന കറണ്ട് അപ്രോക്സിമേറ്റ്ലി, ഇതിനെ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്ത് 3 ആംപിയർ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് 2.96 കിട്ടിയതാണ് കറക്റ്റ് ആംപിയർ. അതിനെ ഞാൻ 3 ആംപിയർ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതിയതാണ്. അപ്പൊ 3 ആംപിയർ ആണെങ്കിൽ ആ കറണ്ട് എന്ന് പറയുന്ന 3 ബ്രാഞ്ചിൽ കൂടെയാണ് പാരലായിട്ട് പോകുന്നത്. 3 ബ്രാഞ്ചിൽ കൂടെ ഒരുമിച്ച് പാരലായിട്ട് പോകുന്നുണ്ട്. ഒന്ന് 4 കൂടെ തന്നെ പോകുന്നുണ്ട്, ഒന്ന് 3 കൂടെ പോകുന്നുണ്ട്, ഒന്ന് 5 കൂടെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് 4 ഓമിൽ കൂടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 4നെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി രണ്ടും ഉള്ള 3നെയും 5നെയും കൂടി ഒരുമിച്ച് പാരൽ ചെയ്യുക ആദ്യം. 3നെയും 5നെയും പാരൽ ചെയ്യുമ്പോൾ 5 into 3 ഡിവൈഡഡ് ബൈ 5 plus 3 എന്ന് വരും. ഫൈവ് into 3 divided by 5 plus 3 എന്ന് പറയുന്ന 8 ആണ്. അഥവാ 15 divided by 8 എന്ന് വരും. നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഈ 3 ആംപിയർ കറണ്ട് എന്ന് പറയുന്നത് 4 കൂടെയും ഫ്ലോ ചെയ്യും. മറ്റേ 5ഉം 3യും നമ്മൾ പാരൽ ചെയ്തതിന്റെ ആൻസർ ആണ് 15/8 എന്ന് പറയുന്നത്. അതിൽ കൂടെയും ഫ്ലോ ചെയ്യും. അതിനുശേഷം കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പൊ അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 15/8 ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 15/8 പ്ലസ് 4 എന്ന് വരും. 3 into 15/8 ഡിവൈഡഡ് ബൈ 15/8 പ്ലസ് 4 എന്ന് വരും.
എന്തുകൊണ്ടാ ചെയ്തതെന്ന് ഒന്നും കൂടി പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 4 ഓമിൽ കൂടെയുള്ള കറണ്ട് ആണ്. നമുക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ പിന്നീട് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് എന്താണ്? 4 ഓമിൽ കൂടെയുള്ള കറണ്ട് എന്താണ്? യൂസിങ് കറണ്ട് ഡിവിഷൻ റൂൾ എന്നും പറഞ്ഞിട്ടുണ്ട്. കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിച്ച് 4 ഓമിൽ കൂടെയുള്ള കറണ്ട് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 4 ഓമിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നാണ്. അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അതർ ബ്രാഞ്ചസ് എന്ന് പറയുന്ന 2 എണ്ണം ഉണ്ട്. ഒരു 3 ഓമിന്റെ ഉണ്ട്, ഒരു 8 ഓമിന്റെ ഉണ്ട്, 5 ഓമിന്റെ ഉണ്ട്. അപ്പൊ അത് 3 ഓമും 5 ഓമും ഫസ്റ്റ് കമ്പൈൻ ചെയ്യാം. ആ 3 ഓമും ആ 5 ഓമും തമ്മിൽ ആദ്യം കമ്പൈൻ ചെയ്യാം. എങ്കിൽ മാത്രമേ അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനാണ് ഈ 3 ഓമും 5 ഓമും നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ 5 ഓമും 3 ഓമും കമ്പൈൻ ചെയ്യുക. 5 ഓമും 3 ഓമും കമ്പൈൻ ചെയ്യുമ്പോ കിട്ടുന്ന വാല്യൂ ആണ് 15/8 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം 3 × 15 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. 3 × 15 ഡിവൈഡഡ് ബൈ 8 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 15/8 + 4 എന്ന് വരും. i4ന്റെ വാല്യൂ കിട്ടുന്നവര് കമന്റ് ബോക്സ് ഇടുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് 0.95 ആംപിയർ കിട്ടിയിട്ടുണ്ടാവും. കിട്ടാത്തവരത് ചെയ്ത് നോക്കുക. ഇനി ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ചെയ്തിട്ട് ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് ഇടുക കേട്ടോ. അപ്പൊ 11 മണിയല്ലേ ആയുള്ളൂ. ഇത് ചെയ്ത് നോക്കുക. 11:30 മുന്നേ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുക. ബാസിൽ മിസ് അറ്റൻഡൻസ് ബാസിലല്ല കേട്ടോ, ബേസിലാ.
ആ ഓക്കെ ഓക്കെ. രണ്ടു മൂന്ന് ക്ലാസ് ആവുമ്പോഴത്തേക്ക് കറക്റ്റ് ചെയ്യാം. ബേസിക് ഇല്ലേ? മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ക്ലാസ് കയറുന്നു അപ്പം? ഇല്ലില്ല, ഇത് ചെയ്തു നോക്ക്. ഹോംവർക്ക് അല്ല, അത് ഇപ്പൊ തന്നെ ചെയ്തോ. ഭവൻ ദേംദാസ്. Present. ഫർഹാൻ. Present, ma'am. Present, ma'am. ഹരിഹരൻ. Present, ma'am. ഇന്ദ്രജിത്ത്. Present. ജ്യോതിസ്. Present, miss. കാർത്തിക് ജയൻ. Present, ma'am. കാർത്തിക് കാർത്തിക് ആറില്ലല്ലോ. മുഹമ്മദ് ബാസിൻ. ഉണ്ട് മിസ്. മുഹമ്മദ് റാസിൻ. Present, miss. മുഹമ്മദ് ഷാഫി. Present, miss. നിഖിൽ ജി. Present, miss. ശബരിനാഥ്. Present, miss. സഞ്ജയ്. Present, miss. സിബിൻ ബാബു. യദു കൃഷ്ണൻ. Present, ma'am. സുബിൻ സോജൻ. Present, miss. മുഹമ്മദ് ആസിഫ്. സൈദാലി. Present, miss. സൂര്യദത്തൻ. അദിനാൻ. ആഷിഖ്. ആദർശ്. Present, ma'am. Adinay. Present, ma'am. Adinay. ആ ഓക്കെ. ആദർശ് ഉണ്ടോ? ആദർശ് ഉണ്ടോ? ഈ പ്രോബ്ലം ചെയ്ത് നോക്കേ. ആ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കി ചെയ്തിട്ട് ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് എല്ലാരും അതിന്റെ ആൻസർ ഇടണേ. Okay.
ഹലോ മിസ്സാ മിസ്സൊക്കെ പോടാ. ഇനി ഇറങ്ങാല്ലേ, ഇറങ്ങട്ടോ. പോയാ അളിയ റെക്കോർഡാണ്, ഒന്നും അറിയല്ലേ. ഞാൻ നോട്ട്സ് ഒക്കെ എഴുതിയടാ, എല്ലാം എഴുതി ഫിനിഷ്. ശരി എന്നാ എടാ ഇറങ്ങുവാണേ. എടാ ഇത് ഇറങ്ങിട്ടാ വാട്സാപ്പ് ഇട്ടാ മതിയല്ലേ. ഓക്കെ എന്നാ, ഓക്കെ ബൈ. ഹലോടാ, ക്ലാസ് തീർന്നോ ഇനി ഇറങ്ങാൻ? പറഞ്ഞെന്തിനാ? എടാ, മിസ്സിന്റെ അടുത്ത് നേരത്തെ വെച്ചോ മിസ് പറഞ്ഞത് തീർന്നില്ലെന്നാണല്ലോ. മിസ് ലെഫ്റ്റ് ആയല്ലോ. ഇല്ലടാ, മിസ്സിന്റെ സെക്കൻഡ് അക്കൗണ്ട് ആണ്